അപ്പൊ ഞാൻ നിങ്ങൾക്ക് അടുത്ത് ഞാൻ 2 അറ്റോമിക് നമ്പർ തരും, എലമെന്റും പറഞ്ഞു തരാം. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മൾ ലാസ്റ്റ് കാൽഷ്യത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ 2, 8, 8, 1 എന്നും 2, 8, 8, 2 എന്നും ആണ് എഴുതിയത്. നമ്മൾ പഠിച്ച റൂളിന് കുറച്ച് വിരുദ്ധമായിട്ടാണ് എഴുതിയത്. അതിനുള്ള റീസൺ സബ്ഷെല്ലിൽ പഠിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് 2, 8, 8, 1 എന്നുള്ള കോൺഫിഗറേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നോ? ഓഫ് ദ പ്രിൻസിപ്പളിന്റെ അത് പറഞ്ഞ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിപ്പോ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി ഞാൻ 2 എലമെന്റ്സിന്റെ പേര് പറയും, നിങ്ങൾ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതണം. ആദ്യത്തേത് ക്രോമിയം, അതിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്, 24. രണ്ടാമത്തത് കോപ്പർ, അതിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. ഞാനൊരു 2 മിനിറ്റ് ടൈം തരാം, നിങ്ങളൊന്ന് എഴുതി നോക്കൂ. നമ്മൾ പഠിച്ച ആൽഫ പ്രിൻസിപ്പിളിന്റെ ആ റൂൾ വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതുക, എന്നിട്ട് ഞാൻ എഴുതാം. എഴുതി കഴിയുമ്പോ ഒന്ന് ഒരു തമ്പ് വല്ലതും ഇട്ടാൽ മതി കേട്ടോ. എല്ലാവരും എഴുതണേ. ആൽഫ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പുതിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ എന്താണ് ഓർഡർ ഇവിടെ ഒന്ന് എഴുതിയിടാം. 1s, 2s, 2p, 3s, 3p, 4s, 3d. 3d വരെ മതിയാവും ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എസിലും പിയിലൊക്കെ എത്ര ഇലക്ട്രോൺസ് വീതം വരും എന്ന് നോക്കിയിട്ട് ഇതിന്റെ രണ്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതുക. മതിയോ സമയം? എഴുതിയോ? എഴുതിക്കഴിഞ്ഞൊന്ന് പറയണേടാ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാനൊന്ന് എഴുതാം, ഇതുപോലെയാണ് നിങ്ങൾ എഴുതിയെന്ന് നോക്കാം. ഈ ഓർഡർ ഒന്ന് വായിക്കുകയാണേ സൈഡിലുള്ളത്. ക്രോമിയം 24 ആണ്. അപ്പൊ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. ഇനി കോപ്പർ ആണെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത്? നമ്മൾ പഠിച്ച ആൽഫ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇങ്ങനെയാണ് എഴുതിയത്. പക്ഷേ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. ഈ 2 എലമെന്റ്സിന് മാത്രമേ ഞാൻ ഇനി പറയാൻ പോകുന്ന പ്രത്യേകത ഉള്ളൂ കേട്ടോ, വേറെ എലമെന്റ്സിനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ എഴുതുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ പറ്റുന്ന സാധ്യതയാണ്. അതായത് നമ്മളവിടെ തന്നിരിക്കുന്ന എങ്ങനെയായിരിക്കും, താഴെ പറയുന്നവയിൽ കോപ്പറിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം ഏത്? അപ്പൊ ഉറപ്പായിട്ട് ഓപ്ഷനിൽ ഈ ഇത് കാണും, ഈ കോൺഫിഗറേഷൻ അവർ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പഠിച്ചത് വെച്ചിട്ടാണെങ്കിൽ ഇത് എഴുതിയത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിയോ, ഇവിടെ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. അപ്പൊ 3dയിലാണ് ഇത് അവസാനിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എസിനകത്ത് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ 2 എണ്ണമാണ്. പിയില് 6 എണ്ണം, ഡിയില് 10 എണ്ണം, എഫില് 14 എണ്ണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പൊ ഈ എസില് 2ഉം പിയില് 6ഉം അതായത് ഡിയില് 10ഉം എഫില് 14 ഇലക്ട്രോൺസും വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും സ്ഥിരത ഉള്ള കോൺഫിഗറേഷൻ ആണ്. അതായത് നമ്മൾ പറയില്ലേ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും ഈ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്താൽ നമുക്ക് കിട്ടുക. ഇനി എസില് 1 എന്നുള്ളതിന് പകരം 2 എന്നുള്ളതിന് പകരം 1 വരികയോ
അല്ലെങ്കിൽ പിയിൽ 6 പകരം 3 വരികയോ ഡിയിൽ 10 പകരം 5 വരികയോ എഫിൽ 14 പകരം 7 വരികയോ ചെയ്യുകയാണെങ്കിൽ, അതായത് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ നേരെ ഹാഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പകുതി ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിലും സ്ഥിരത കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നുകിൽ ഫുള്ളായിട്ട് നിറഞ്ഞിരുന്നാല് നല്ല എന്താണ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ പിന്നീട് സ്ഥിരത കൂടുതലുള്ള ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നേരെ പകുതി വീതം ഇലക്ട്രോൺസ് വരുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ P6ഉം P3യും നല്ല സ്റ്റേബിൾ ആണ്. P4 എന്ന് പറയുന്നത് ഈ രണ്ട് കോൺഫിഗറേഷനേക്കാൾ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. നമുക്ക് തോന്നും P3യേക്കാൾ ഇലക്ട്രോൺസ് കൂടുതലാണ് P4ൽ, അപ്പൊ അതല്ലേ കുറച്ചുകൂടെ സ്റ്റേബിൾ എന്ന് തോന്നും. പക്ഷെ എനർജിയുടെ കണ്ടീഷൻ വെച്ചിട്ട് പകുതി വരുന്നതോ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞതോ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൂടുതൽ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം നോക്കുക. ലാസ്റ്റ് എഴുതി നിർത്തിയിരിക്കുന്നത് 4s2 3d4ലാണ്. ഡി സെക്ഷനിലാണ് ഇപ്പൊ ഇലക്ട്രോൺ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഡിയില് 10 ഉണ്ടെങ്കിൽ സ്ഥിരത വരും, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാ, അല്ലെങ്കിൽ വേണ്ടത് 5 നമ്മുടെ ഡിയിൽ 4 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെങ്ങനെയെങ്കിലും 5 ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ ഇതിന് തൊട്ട് മുന്നിലുള്ള സബ്ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. 4sനകത്ത് ഇപ്പൊ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഒരു ഇലക്ട്രോണിനെ ലാസ്റ്റിലത്തേക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതുകയാണേ. 1s2 2s2 2p6 3s2 3p6 4s1 3d5. ഇവിടെ ഇപ്പൊ നോക്ക് 4s1 3d5 ആവുമ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ നോക്ക്. എസില് ഫുള്ളി ഫിൽഡ് ആയാലും ഹാഫ് ഫിൽഡ് ആയാലും സ്ഥിരത കൂടും. അപ്പൊ ഹാഫ് ഫിൽഡ് ആവണമെങ്കിൽ 1 പോരെ, എസ് 2 അല്ലെങ്കിൽ 1 ഉണ്ടെങ്കിൽ സ്ഥിരത കൂടുതൽ. അപ്പൊ എസിന് സ്ഥിരത കിട്ടി. ഇനി 3d10 അല്ലെങ്കിൽ 3d5 വന്ന, ഡിയിൽ 10 അല്ലെങ്കിൽ 5 വന്നാൽ സ്ഥിരത കൂടുതൽ. നമ്മൾ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഡിയിൽ 5 വന്നു, അതായത് ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ എസും പിയും ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് ഇതിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതൽ ഈ കോൺഫിഗറേഷൻ ആയിരിക്കും. അതുകൊണ്ട് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എപ്പോഴും ഞാൻ ഈ എഴുതിക്കുന്ന രണ്ടാമത്തത് എഴുതാൻ പാടുള്ളൂ. അതാണ് കറക്റ്റ് കോൺഫിഗറേഷൻ. പിടികിട്ടിയോ? മനസ്സിലായ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചാല്, ഒന്നുകിൽ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള സബ്ഷെല്ലുകൾക്കായിരിക്കും എന്ത് കൂടുതൽ? സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പൊ ഇവിടെ സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി മാക്സിമം ആവാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ ഡി ആണ്. ഡിയിൽ 4 ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് തൊട്ട് മുന്നിലുള്ള എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ 5 ആവുന്നു. എസ് സബ്ഷെല്ലില് 1 കുറയുന്നു. അപ്പൊ രണ്ടും ഹാഫ് ഫിൽഡ് ആയി. അപ്പൊ എന്തായി? സ്റ്റെബിലിറ്റി കൂടുതലായി. അപ്പൊ ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം ഇത് രണ്ടും. നമുക്ക് ഓപ്ഷനിൽ ഇത് രണ്ടും കാണും. നിങ്ങൾ ഇതേ എഴുതാൻ പാടുള്ളൂ. ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, പക്ഷെ കറക്റ്റ് എനർജിയുടെ ഒരു എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ. അപ്പൊ നമ്മളടുത്ത് ചോദിക്കുമ്പോൾ ആൻസർ ആയിട്ട് അവർ ഇതേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചിരിക്കണം. നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് ഈ കാര്യം ഇത് പറഞ്ഞിട്ടുണ്ട്, കോൺഫിഗറേഷൻ ഒക്കെ എഴുതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ. അടുത്ത അതുപോലെ നമുക്ക് കോപ്പറിനെ നോക്കാം. കോപ്പറിന്റെ ലാസ്റ്റ് നിൽക്കുന്ന ഷെൽ എന്ന് പറയുന്നത് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെല്ലാണ്. ഡി സബ്ഷെല്ലിനകത്ത് ഇപ്പോ 9 ഇലക്ട്രോണുകളുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്തുവാണ്? ഡിയിൽ 10 അല്ലെങ്കിൽ 5 സ്റ്റെബിലിറ്റി കൂടുതൽ. ഇതിനെ 10 ആക്കണമെങ്കിൽ നമുക്ക് തൊട്ടു മുന്നിലുള്ള എസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്താൽ മതി, ഇല്ലേ? അപ്പൊ നമുക്ക് കോൺഫിഗറേഷൻ എഴുതി വെക്കാം. 1s2 2s2 2p6 3s2 3p6 4s1 3d10. അപ്പൊ നോക്കൂ, ഡി സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡും ആയി, എസ് സബ്ഷെല്ല് ഹാഫ് ഫിൽഡും ആയി. ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാൽ മറ്റ് കോൺഫിഗറേഷനെ അപേക്ഷിച്ച് എന്ത് കൂടുതലാണ്? സ്ഥിരത കൂടുതലാണ്. അപ്പൊ കോപ്പറിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ടാമത്തേതാണ്. പിടിയിട്ടേ? അപ്പൊ നിങ്ങൾ എഴുതിയതിൽ നിങ്ങൾ തിരുത്തരുത്, അടുത്ത ലൈനിൽ തന്നെ എഴുതണം. ഇങ്ങനെയാണ് മാറ്റം വന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ലൈനിൽ തന്നെ ശരിയായിട്ടുള്ള കോൺഫിഗറേഷൻ എഴുതാം കേട്ടോ. നിങ്ങൾ എഴുതിയതിൽ തിരുത്താൻ നിൽക്കില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എന്താണെന്നൊരു പിടി കിട്ടില്ല. അപ്പൊ താഴത്തെ ലൈനിലോട്ട് എഴുതാം. എന്നിട്ട് എഴുതി വെക്കണം, ഒരു സെന്റൻസ് ആയിട്ട് എഴുതി വെക്കണം. പകുതി നിറഞ്ഞതോ പൂർണ്ണമായും നിറഞ്ഞതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയതാണ്. പകുതി നിറഞ്ഞതോ
പൂർണ്ണമായും നിറഞ്ഞതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടുതലാണ്. മറ്റ് ക്രമീകരണങ്ങളെ വെച്ച് നോക്കുമ്പോൾ സ്ഥിരത കൂടുതൽ ഇതിനായിരിക്കും. ക്ലിയർ ആയോ? കോപ്പറും ക്രോമിയോ എക്സെപ്ഷണൽ കേസാണ്, ഉറപ്പായിട്ടും ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. എഴുതി കഴിഞ്ഞാടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിക്കാം. കുഴപ്പമില്ലല്ലോ. അടുത്തിലോട്ട് പോവാം. ഇത് നിങ്ങൾ എഴുതിയായിരുന്നോ? ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് എഴുതിയായിരുന്നോ? എഴുതി. വായിക്കാലോ, ഇത് വായിക്കാലോ. അപ്പൊ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പഠിച്ചു. എല്ലാ എലമെന്റ്സിന്റെയും ഒരു 20 വരെയുള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചു. അതിനെ നോബിൾ ഗ്യാസിന്റെ ടൈമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് പഠിച്ചു. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും എക്സെപ്ഷണൽ കേസും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ പറ്റുന്ന, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്കൊരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിരുന്നാൽ അതിൽ നിന്ന് എങ്ങനെ ആ എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യും? അത് ഏത് എലമെന്റ് ആണെന്ന് എങ്ങനെ അറിയും? അല്ലെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ എങ്ങനെ അറിയും? അത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണെന്ന് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ അത് ഏത് ബ്ലോക്കിലാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഏത് പീരീഡിലാണെന്ന് നോക്കുക, അതിൽ എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് നോക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരൊറ്റ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും എളുപ്പമുള്ളത് ഇത് നമുക്ക് താഴോട്ട് പഠിക്കാം. ആദ്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ബ്ലോക്ക് കണ്ടുപിടിക്കാന്നാണ്. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ എലമെന്റ് ഉൾപ്പെട്ട ബ്ലോക്ക്, ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആ പീരിയോഡിക് ടേബിളിന്റെ ഒരു ഐഡിയ വേണം കേട്ടോ. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് വരും, പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് വരും, ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് വരും എന്നൊക്കെ ഉള്ളൊരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. നോക്കിക്കോ. അപ്പൊ ഞാൻ ആദ്യം ഒരു ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവാണ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ബ്ലോക്ക് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ എഴുതുന്ന ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കുക. 1s2 2s2 2p6 3s1. അടുത്ത് ഞാൻ വേറൊരു ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു. 1s2 2s2 2p5. അടുത്ത് വേറൊന്ന് എഴുതുന്നു. 1s2 2s2 2p6 3s2 3p6 4s2 3d5. ഇങ്ങനെ എന്തെങ്കിലും എഴുതിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ കോൺഫിഗറേഷനും ഞാൻ ഓരോന്നിൽ അവസാനിക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ നോക്കുക. ആദ്യത്തത് അവസാനിക്കുന്നത് എസ് സബ്ഷെല്ലിലാണ്. മുന്നിലോട്ട് എന്തുണ്ട് എന്നുള്ളതൊന്നും നോക്കരുത്, എവിടെ നമ്മൾ എഴുതി നിർത്തി എന്നുള്ളത് നോക്കുക. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ എവിടെയാണ് എഴുതി നിർത്തിയിരിക്കുന്നത്? എസ് സബ്ഷെല്ലിലാണ് എഴുതി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് എസ് സബ്ഷെല്ലിലാണ്. ഇനി രണ്ടാമത്തേൽ നോക്കിയാൽ അവസാനം നമ്മൾ എഴുതി നിർത്തിയിരിക്കുന്നത് പി സബ്ഷെല്ലിലാണ്. P2 P5 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ പി സബ്ഷെല്ലിലാണ് അത് എഴുതി നിർത്തിയിരിക്കുന്നത്. അടുത്ത് ഇതാണെങ്കിൽ ഡി സബ്ഷെല്ലിലാണ് എഴുതി നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള, നമുക്ക് ഡി വരെ ചോദിക്കും, എഫ് ചോദിക്കത്തില്ല കേട്ടോ, അതൊരു വലിയ നമ്പറൊക്കെ ആയിപ്പോ. അതുകൊണ്ട് എഫ് നിന്ന് ചോദ്യം വരത്തില്ല. ഡി വരെ പരമാവധി നമ്മളടുത്ത് ചോദിക്കും. അപ്പൊ നമുക്ക് എവിടെയാണോ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നിർത്തുന്നത്, ഏത് സബ്ഷെല്ലിലാണോ എഴുതി നിർത്തുന്നത്, ആ സബ്ഷെല്ലായിരിക്കും ആ മൂലകം ഉൾപ്പെട്ട ബ്ലോക്ക്. അതായത് ഞാനിപ്പോ എസ് സബ്ഷെല്ലിൽ എഴുതി നിർത്തിയത് കൊണ്ട് ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. പി സബ്ഷെല്ലിൽ എഴുതി നിർത്തിയാൽ അത് പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഡി സബ്ഷെല്ലിൽ എഴുതി നിർത്തിയാൽ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. പിടികിട്ടിയോ? അപ്പൊ എഴുതി വെക്കണം. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏത് സബ്ഷെല്ലിൽ അവസാനിക്കുന്നുവോ അതായിരിക്കും മൂലകം ഉൾപ്പെട്ട ബ്ലോക്ക്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ ആർക്കെങ്കിലും? ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എവിടെയാണോ അവസാനിക്കുന്നത്, ഏത് സബ്ഷെല്ലിലാണോ ഒരു ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത്, ആ സബ്ഷെല്ലായിരിക്കും ആ മൂലകം ഉൾപ്പെട്ട എന്തെന്ന് പറയുന്നത്? ബ്ലോക്ക് എന്ന് പറയുന്നത്. എസിൽ അവസാനിച്ചാൽ എസ് ബ്ലോക്ക്, പിയിൽ അവസാനിച്ചാൽ പി ബ്ലോക്ക്, ഡിയിൽ അവസാനിച്ചാൽ ഡി ബ്ലോക്ക്. ക്ലിയർ ആയോ? ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ?
ഏത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നാലും ഈ രീതിയിൽ ചെയ്യും. എവിടെ അവസാനിക്കുന്നു എന്ന് നോക്കാം. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഷെല്ലുകൾ കണ്ടുപിടിക്കാനാണ്. ഷെല്ലുകൾ. ഞാനൊരു ഇലക്ട്രോൺ വിന്യാസം ഇവിടെ എഴുതാം. 1s2, 2s2, 2p6, 3s2. അടുത്തത് 1s2, 2s2, 2p3. അടുത്തത് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d3. ഞാനിവിടെ ഒരു 3 ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചേടാ, ആദ്യത്തെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്നത് 1s2, 2s2, 2p6, 3s2 ആണ്. ഇനി ഞാൻ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു 1s എന്ന് കണ്ടാൽ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ല്, 2s എന്ന് കണ്ടാൽ രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ല്, 3s എന്ന് കണ്ടാൽ മൂന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ല്. അപ്പൊ ഈ സൈഡിൽ എഴുതുന്ന 1, 2, 3 കാണിക്കുന്ന എന്തിനാണ്? ഷെല്ലുകളെയാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഏതാണ് ആ ഷെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 1s2, അപ്പൊ ആദ്യത്തെ ഷെല്ല് 1 എന്ന് പറയുന്ന ഒരു ഷെല്ലുണ്ട്, ഒന്നാമത്തെ ഷെല്ലുണ്ട്. ഇനി 2s-ഉം 2p ഉണ്ട്, അപ്പൊ രണ്ടാമത്തെ ഷെല്ലുണ്ട്. ഇനി 3s ഉണ്ട്, അപ്പൊ മൂന്നാമത്തെ ഷെല്ല് വരുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള പരമാവധി ഷെല്ല് എത്രയാണ്? 3 ഷെല്ല്. ഇവിടെ ആണെങ്കിൽ 1s ഉണ്ട്, അപ്പൊ ഒന്നാമത്തെ ഷെല്ല്, 2s-ഉം 2p ഉണ്ട്, അപ്പൊ രണ്ടാമത്തെ ഷെല്ല്, അപ്പൊ 2 ഷെല്ലുകളേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ 1s ഉണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്, 4s ഉണ്ട്, 3d ഉണ്ട്, അപ്പൊ 4 ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് എന്തായിരിക്കും? 4 ഷെല്ലുകൾ ഉണ്ടാവാം. മനസ്സിലായോ? അപ്പൊ പഠിച്ചു വെക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഇത് കഴിഞ്ഞ മെയിലൊക്കെ നടന്ന ഒരു മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകൾക്ക് ഇടതുവശത്തായി രേഖപ്പെടുത്തുന്ന സംഖ്യ എന്തിനെ സൂചിപ്പിക്കുന്നു? സബ്ഷെല്ലിന്റെ ഇടതുവശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ 3s2 ഇതാണ് സബ്ഷെല്ല്, അതിന്റെ ഇടതുവശം എന്ന് പറഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പർ എത്രയുണ്ട്? 3 ആണ്. അപ്പൊ ഈ 3 എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാല് അത് ഷെല്ലിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. പിടികിട്ടിയ? നമ്മുടെ സബ്ഷെല്ലിന് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പർ ഇതാണ് പറയുന്നതെങ്കിൽ അത് മൂന്നാമത്തെ ഷെല്ല്, ഇതാണ് പറയുന്നതെങ്കിൽ ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇതാണ് പറയുന്നതെങ്കിൽ ഒന്നാമത്തെ ഷെല്ല്, തൊട്ടപ്പുറത്താണെങ്കിൽ ഒന്നാമത്തെ ഷെല്ല്. അപ്പോൾ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തില് സബ്ഷെല്ലുകളുടെ ഇടതുവശത്തായി എഴുതുന്ന സംഖ്യ എപ്പോഴും ഇതിനെ സൂചിപ്പിക്കുന്നു? ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. അങ്ങനെ തന്നെ എഴുതി പഠിക്കണേ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ സബ്ഷെല്ലിന് ഇടതുവശത്തായി രേഖപ്പെടുത്തുന്ന സംഖ്യ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എടാ ഇനി നോക്കിക്കോണേ, ഇനി നമ്മള് പിരീഡ് കണ്ടുപിടിക്കാൻ പോണേ. പിരീഡ് നമുക്കിപ്പോ ഷെല്ല് കണ്ടുപിടിക്കാൻ അറിയാം. ഇതിനകത്ത് ഇതാ ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, 1, 2, 1, 2, 3, 4 അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇടതുവശത്തുള്ള സംഖ്യകൾ മാത്രം നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. ഇവിടെ ആണെങ്കിൽ ഇടതുവശത്തുള്ളതിൽ വലിയ സംഖ്യ 3 ആണ്, ഇവിടെ ആണെങ്കിൽ ഇടതുവശത്തുള്ളതിൽ വലിയ സംഖ്യ 2 ആണ്, ഇവിടെ ആണെങ്കിൽ ഇടതുവശത്തേക്കുള്ള സംഖ്യ 4 ആണ്. അല്ലെ? അപ്പൊ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എവിടെ എഴുതി നിർത്തി എന്നുള്ളതിലല്ല കാര്യം, ആ തന്നിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസത്തിൽ ഏറ്റവും വലിയ നമ്പർ നോക്കുക. ആ വലിയ നമ്പർ ആയിരിക്കും മൂലകം ഉൾപ്പെട്ട പിരീഡ്. വലിയ ഷെൽ നമ്പർ, നമ്മൾ പറയുന്നത് ഷെൽ നമ്പർ അല്ലേ ലെഫ്റ്റിൽ എഴുതുന്നത്, അതിൽ ഏറ്റവും വലിയ സംഖ്യ വിളിക്കുന്നത് ആ മൂലകം ഉൾപ്പെട്ട പിരീഡ്. അതായത് ഇതിൽ വലിയ സംഖ്യ 3 ആണ്, അതായത് 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് തേർഡ് പീരീഡിലുള്ള ഏതോ ഒരു എലമെന്റ് ആണ്. ഇവിടെ വലിയ സംഖ്യ 2 ആണ്, അപ്പൊ സെക്കൻഡ് പീരീഡിലുള്ള ഏത് പീരീഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലെഫ്റ്റിന്ന് ഇങ്ങനെ റൈറ്റിലോട്ട് പോകുന്ന ആ റോയാണ് നമ്മൾ എന്താ പറയാ? പീരീഡ് എന്ന് പറയാം. അപ്പൊ ഇത് മൂന്നാമത്തെ പീരീഡില്, ഇത് രണ്ടാമത്തെ പീരീഡില്. ഇനി ഇവിടെ ആണെങ്കിൽ വലിയ നമ്പർ 4 ആണ്, എഴുതി നിർത്തിയിരിക്കുന്ന 3-ലാണ്, പക്ഷെ വലിയ നമ്പർ 4 ആണുള്ളത്. അപ്പൊ ഇത് ഏത് പീരീഡിലാണ്? ഫോർത്ത് പീരീഡ്. പിടികിട്ടിയ? അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പർ ഷെല്ലിനെ സൂചിപ്പിക്കും. ഈ ഷെല്ലുകളുടെ നമ്പറുകളിൽ ഏറ്റവും വലുത് പീരീഡിനെ സൂചിപ്പിക്കും. കിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത്ര എഴുതിയില്ലേ? ഇനി നമ്മൾ പോകുന്നത്, അപ്പൊ നമ്മളെ എന്തൊക്കെയായി? ബ്ലോക്കായി, ഷെല്ലായി, പീരീഡായി. ഇനി നമുക്ക് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാം.
അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിയോ, ഞാനൊരു ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു. 1s2 2s2 2p3 എന്ന് എഴുതുന്നു. വേറൊരെണ്ണം 1s2 2s2 2p6 3s2 അങ്ങനെ എഴുതി. ഇത്രയെങ്കിലും എഴുതി. അപ്പൊ നമ്മള് ഈ വലതുവശത്ത് മുകളിൽ എഴുതുന്ന സംഖ്യകളുണ്ടല്ലോ, അതായത് 2 2 3 2 2 6 2 അങ്ങനെ എഴുതിയില്ലേ. ഇത് നമുക്കിപ്പോ ഒരു അറ്റോമിക് നമ്പർ തന്നിരുന്നാൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ഈ കൊടുക്കുന്നത്, ഈ നമ്പർ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് അറ്റോമിക് നമ്പർ ആണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്ഷെല്ലുകളിൽ വലതുവശത്ത് മുകളിലായി എഴുതിയിരിക്കുന്ന നമ്പറിന്റെ സം എടുത്താൽ മതി, എല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി. അതായത് 2 + 2 + 3. അപ്പൊ 2 + 2 4, 4 + 3 7. ഇത് നൈട്രജൻ എന്ന് പറയുന്ന എലമെന്റ് ആണ്. പിടികിട്ടി? അല്ലെങ്കിൽ 7, ഇതിന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഇവിടെ ആണെങ്കിൽ മുകളിലുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 + 2 4 + 6 10 + 2 12 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ അവിടെ അറ്റോമിക് നമ്പർ കിട്ടാൻ വേണ്ടി മുകളിലുള്ള എല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ 23 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര വരും? 6 10 12 വരും. അങ്ങനെ പോകും. അപ്പൊ മുകളിലുള്ള വലതുവശത്ത് മുകളിലുള്ള സംഖ്യകളുടെ തുകയായിരിക്കും എപ്പോഴും എന്ത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പിടികിട്ടി? ഈ അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എലമെന്റ് എന്ന് പറയാൻ എളുപ്പമല്ലേ. ഇപ്പൊ 5ാമത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഏത് പറയും? ബോറോൺ പറയും. 7ാമത്തെ എലമെന്റ് പെട്ടെന്ന് പറയും നൈട്രജൻ പറയും. 17ാമത്തെ എലമെന്റ് ക്ലോറിൻ എന്ന് പറയും. 15ആണെങ്കിൽ ഫോസ്ഫറസ് എന്ന് പറയും. അപ്പൊ നമുക്ക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 30 എലമെന്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഏത് എലമെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആദ്യം ബ്ലോക്ക് പഠിച്ചു, രണ്ടാമത് ഷെല്ല് പഠിച്ചു, മൂന്നാമത് പീരീഡ് പഠിച്ചു, 4ാമത് പഠിച്ചത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കിട്ടിയാൽ അതിൽ നിന്നും കണ്ടുപിടിക്കാം, എലമെന്റും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഇതിൽ ആകെ അവശേഷിക്കുന്ന ഒരു സാധനം ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനാണ്. ഉള്ളതിൽ ഇച്ചിരി പാട്, ഇതുപോലെ ഇത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് ഗ്രൂപ്പ് നമ്പർ. എളുപ്പമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതിന് ഓരോ ഗ്രൂപ്പിനും ഓരോ രീതിയാണ്. നോക്കാം ഗ്രൂപ്പ് നമ്പറേ. ഗ്രൂപ്പ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്ന അറ്റോമിക് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നോക്കാം. 1s2 2s2 2p6 3s1. അടുത്തൊരെണ്ണം 1s2 2s2 2p6 3s2. ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞതുപോലെ, അതായത് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിച്ചില്ലേ, ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏതാണോ അതിൽ നിന്നാണ് നമ്മൾ ബ്ലോക്കിലോട്ടൊക്കെ പോയത്. അപ്പൊ അതുപോലെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവസാനം എവിടെ എഴുതി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവസാനം എഴുതി നിർത്തിയിരിക്കുന്ന കോൺഫിഗറേഷൻ ഏതെന്ന് നോക്കുക. അപ്പൊ ഇവിടെ 3s1 അവസാനിച്ചത്, താഴെയാണെങ്കിൽ 3s2 അവസാനിച്ചത്. അതായത് എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ വരുന്നു, എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരുന്നു. അതാണ് രണ്ടെണ്ണം ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം എസ് സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണേ വരൂ? 2 ഇലക്ട്രോണേ വരൂ. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2, അതേ വരുള്ളൂ, ആണല്ലോ. ഇനി എസ് സബ്ഷെല്ലിൽ അവസാനിച്ചാൽ അത് ഏത് ബ്ലോക്കിലായിരിക്കും? എസ് ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് ആണ് അല്ലേ. എടാ, എസ് ബ്ലോക്കിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് വരുന്നത്? എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ളതാണ് എസ് ബ്ലോക്ക്? ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, എസ് ബ്ലോക്ക്. എടാ, അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എസ് ബ്ലോക്കിൽ ആകെ 2 ഗ്രൂപ്പുകളെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എസ്സിൽ അവസാനം 1 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഒന്നാം ഗ്രൂപ്പ്, 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ രണ്ടാം ഗ്രൂപ്പ്. അത്രയല്ലേ വരുള്ളൂ. എസ്സിനകത്ത് പരമാവധി 2 എണ്ണം. അപ്പൊ ഒന്നാണെങ്കിൽ ഒന്നാം ഗ്രൂപ്പ്, രണ്ടാണെങ്കിൽ രണ്ടാം ഗ്രൂപ്പ്. അപ്പൊ ഇത് എത്രയാണ്? ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2. കിട്ടിയോ? എസ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും എളുപ്പം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ എസിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത് തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. എസിനകത്ത് 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1, എസിനകത്ത് 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2. പിടികിട്ടി? മനസ്സിലായോ? എസിലുള്ള അതായത് 1ഉം 2ഉം ഗ്രൂപ്പ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ ഇത്. ഇനി നമുക്ക് ഇനിയും ഒരുപാട് ഗ്രൂപ്പ് 18 ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ 2 ഗ്രൂപ്പിന്റെ കാര്യമേ ഉള്ളൂ. അടുത്ത ഗ്രൂപ്പിലോട്ട് പോകുന്നേ. നോക്കിയോ, 1s2
2s2 2p6 3s2 3p6 4s2 3d3 എന്ന് വന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ ഇവിടെ ആയിട്ട് ഞാൻ ഇതൊന്ന് മാറ്റോട്ടെ, ഒരു കുറച്ച് ഭാഗം ഒന്ന് മാറ്റോട്ടെ. ഞാനിവിടെ പീരിയോഡിക് ടേബിളിൽ ചെറിയൊരു മോഡൽ ചെറുതായിട്ടൊന്ന് വരച്ചിടാമേ. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞത്. ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും ചേർന്നിട്ടാണ് ഇത് എസ് ബ്ലോക്ക് പറഞ്ഞു. ഇനി ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. എത്ര മുതൽ? 3 മുതൽ 12 വരെ ഇവിടെ. ഇനി 13 to 18 വരെ എവിടെയാണ്? ഈ പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം, ഈ പി ബ്ലോക്ക്. ഇത് ഡി ബ്ലോക്ക് ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ എഴുതിയിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഡിയിൽ അവസാനിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിയിൽ അവസാനിച്ചാൽ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ ഡി ബ്ലോക്കിലാണ് ഇപ്പൊ നമ്മൾ എലമെന്റ് ഉള്ളതെന്ന് കിട്ടി. നിങ്ങൾ നോക്കണം, 1, 2 കഴിഞ്ഞിട്ട് 3ാമത്തെ ഗ്രൂപ്പ് മുതലാണ് എന്ത് തുടങ്ങുന്നത്? ഡി ബ്ലോക്ക് തുടങ്ങുന്നത്. അപ്പൊ ഡി ബ്ലോക്കിലുള്ള ഒരു മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ആദ്യം നിങ്ങൾ നോക്കണം ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കണം. ഡിയില് ഇപ്പൊ ഉള്ളത് 3 ഇലക്ട്രോൺ ആണ്, ആണല്ലോ. എത്ര ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് ഡി തുടങ്ങുക? 2 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് ഈ 3നൊപ്പം ആ 2ഉം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ എലമെന്റ് ഉൾപ്പെട്ട ഗ്രൂപ്പ്. ഡി ബ്ലോക്കിൽ 3ാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5 5ാമത്തെ എലമെന്റ് അല്ലേ, അല്ലെങ്കിൽ 5ാമത്തെ ഗ്രൂപ്പ് അല്ലേ. അതുകൊണ്ട് ഡി സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് D+2. യഥാർത്ഥ റൂൾ അങ്ങനെയല്ല. യഥാർത്ഥ റൂൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഡിയിൽ അവസാനിച്ചാൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണിനൊപ്പം തൊട്ടു മുൻപുള്ള എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യണം എന്നാണ്. നമുക്ക് ഡിയിൽ 3, തൊട്ടു മുന്നേയുള്ള എസ് സബ്ഷെല്ലില് 2, ആ 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 5 കിട്ടുന്നു. D+2 തന്നെയാണ്. എസ്സിൽ എപ്പോഴും 2 അല്ലേ വരുള്ളൂ. അതുകൊണ്ട് D+2 എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. പിടികിട്ടി? അപ്പൊ ഡിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ D+2 ചെയ്യണം. എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ എസ്സിൽ 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 1ാമത്തെ ഗ്രൂപ്പ്, എസ്സിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പ്. ഡിയിൽ അവസാനിച്ചാൽ D+2 ചെയ്യണം. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്തൊരു ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിനെ ശ്രദ്ധിച്ചോണേ. 1s2 2s2 2p6 3s2 3p5. ഇവിടെ നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം അവസാനിച്ചത് പി സബ്ഷെല്ലിലാണ്. പി സബ്ഷെല്ലിലല്ലേ അവസാനിച്ചത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കടാ, നമ്മളെ പീരിയോഡിക് ടേബിൾ നോക്ക്. പി ബ്ലോക്ക് തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. അതായത് 12 കഴിഞ്ഞ് 13 മുതലാണ് എന്ത് തുടങ്ങുന്നത്? പി ബ്ലോക്ക് തുടങ്ങുന്നത്. അപ്പൊ പി ബ്ലോക്ക് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു 12 ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ഡി തുടങ്ങുന്നതിന് മുന്നേ 2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 2 ആഡ് ചെയ്തു. അപ്പൊ പി തുടങ്ങുന്നതിന് മുന്നേ 12 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ പിക്കൊപ്പം എത്ര ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 5ആണുള്ളത്, 12 കൂടെ ആഡ് ചെയ്താൽ 17 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ P+12. ഇത് പഠിച്ചു വെച്ചേക്കണം. P+12. ക്ലിയർ ആയാ? P+12 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? പി ബ്ലോക്കിൽ ഏത് ഗ്രൂപ്പ് എന്ന് കിട്ടും. അപ്പൊ ഇത് 17ാം ഗ്രൂപ്പ് എന്ന് മനസ്സിലായി. പിടികിട്ടി? അപ്പൊ ഒരു തവണ കൂടെ പറയാം. ആദ്യം മുതലേ ബ്ലോക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എവിടെ അവസാനിക്കുന്നു എന്ന് നോക്കുക. ഏത് സബ്ഷെല്ലിൽ അവസാനിക്കുന്നോ അതായിരിക്കും മൂലകം ഉൾപ്പെട്ട ബ്ലോക്ക്. എസ്സിൽ അവസാനിച്ചാൽ എസ് ബ്ലോക്ക്, പിയിൽ അവസാനിച്ചാൽ പി ബ്ലോക്ക്, ഡിയിൽ അവസാനിച്ചാൽ ഡി ബ്ലോക്ക്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഷെല്ലുകൾ. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ എപ്പോഴും ഷെല്ലുകളെ സൂചിപ്പിക്കും. ഈ ഷെല്ലുകളുടെ എണ്ണത്തിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും മൂലകം ഉൾപ്പെട്ട പിരീഡ്.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പോയത് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാനാണ്. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ സബ്ഷെല്ലുകളുടെ മുകളിൽ വലതുവശത്ത് മുകളിലായി എഴുതുന്ന സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. തുക കൂട്ടിയെടുക്കുന്ന നമ്പർ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റോമിക് നമ്പർ ആയിരിക്കും. അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എലമെന്റ് ഏതാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. കിട്ടി. ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എവിടെ അവസാനിച്ചു എന്ന് നോക്കാം. എസ് സബ്ഷെല്ലിലാണ് അവസാനിക്കുന്നതെങ്കിൽ എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതായിരിക്കും ഗ്രൂപ്പ്. എസ്സിൽ ഒരു ഇലക്ട്രോണേ ഉള്ളെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, എസ്സിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇനി പി സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നതെങ്കിൽ പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക, അതിനൊപ്പം 12 ആഡ് ചെയ്യുക. ഡിയിലാണ് അവസാനിക്കുന്നെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോൺസിനൊപ്പം 2 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞോ. പീരീഡ് ഏതാന്ന് അറിയണമെങ്കിൽ ഏറ്റവും വലിയ കോൺഫിഗറേഷൻ അല്ലേ നോക്കേണ്ടത്? കോൺഫിഗറേഷനിലെ വലിയ നമ്പർ ആണെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്നതിൽ ലെഫ്റ്റ് സൈഡിൽ വലിയ നമ്പർ നോക്കുക. അവസാനിക്കുന്നതല്ല നോക്കാനുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും വലിയ നമ്പർ 4 ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 3. അതായിരിക്കും പീരീഡ് അല്ലേ? അതായിരിക്കും പീരീഡ്. ഷെല്ലുകളുടെ എണ്ണം ചോദിച്ചാലും ആ വലിയ നമ്പർ തന്നെ പറഞ്ഞാൽ മതി. 4 ഷെല്ലുകളുണ്ട് അങ്ങനെ പറയാം. ഷെല്ലുകൾ 1, 2, 3, 4 അങ്ങനെ നമുക്ക് പറയാം. ഏറ്റവും വലിയ നമ്പറിനെ മാത്രം പീരീഡിൽ ഉൾപ്പെടുത്തുന്നു. പീരീഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുക്കുന്നു. ക്ലിയർ ആണോ? വേറെ ആർക്കെങ്കിലും ഡൗട്ട്? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ ഒരു പ്രോബ്ലം നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തരാം, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരാം. അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതിന്ന് ബ്ലോക്ക് കണ്ടുപിടിക്കണം, ഷെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, എലമെന്റ് എന്ന് കണ്ടുപിടിക്കണം, എലമെന്റ് ഉൾപ്പെട്ട ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു 2 മിനിറ്റ് സമയം തരാൻ ചെയ്തു നോക്കുക നിങ്ങൾ. ചെയ്ത് കഴിയുമ്പോ ഒന്ന് പറയണേ. കഴിഞ്ഞു? നോക്കാം, എങ്ങനെയാ നോക്കാം. ഓക്കെ, ഇവിടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിച്ചത് ഡിയിലാണ്. അതുകൊണ്ട് നമ്മൾ എഴുതി ഡി ബ്ലോക്ക്. ഇനി ഷെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ നോക്കണം. ഇതിലിപ്പോ ഏറ്റവും വലിയത് 4 ആണ്. അതുകൊണ്ട് 4 ഷെല്ലുകൾ ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ 1, 2, 3, 4 ഇത്രയും ഷെല്ലുണ്ട്. അപ്പൊ 4 ഷെല്ലുകളുണ്ട്. ഇനി പീരീഡ് ചോദിച്ചാൽ ആ വലിയ നമ്പർ തന്നെ എടുക്കുന്നു, 4, 4 പീരീഡ്. ഇനി അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ മുകളിലുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 25 എന്ന് കിട്ടും. ഇനി 25 കിട്ടിയാൽ എലമെന്റ് ഏതാണ്ട്? 25 വന്നാൽ എലമെന്റ് ഏതാ? മാംഗനീസ് ആണ് കേട്ടോ. മാംഗനീസ്. അടുത്ത ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിയിലാണ് അവസാനിച്ചത്. അപ്പൊ നമ്മൾ D+2 ചെയ്യണം. അപ്പോ 5+2 7 എന്ന് വരും.
ക്ലിയർ ആണോ? എല്ലാവർക്കും കിട്ടിയോ? ഇത് കിട്ടി, കുഴപ്പമില്ല. ക്ലിയർ ആണ്? അടുത്തിലോട്ട് പോവാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ളത്. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ ലാസ്റ്റ് പഠിച്ചു നിർത്തിയ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അത് ഉപയോഗിച്ചുള്ള ഈ ടൈപ്പ് പ്രോബ്ലംസ്, ഓരോന്ന് ഷെല്ല്, പീരീഡ് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതിന്, കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ നോബൽ ഗ്യാസിന്റെ ബേസിൽ എഴുതുന്നത്, അതൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്കൊരു പുതിയ ടോപ്പിക് തുടങ്ങാം. പീരിയോഡിക് ടേബിൾ കഴിഞ്ഞു. അടുത്തിനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത്? ഇനി നമുക്ക് ലായനികളുണ്ട്. ലായനികൾ എടുത്തില്ലല്ലോ, എടുത്തോ? ലായനികൾ എടുത്താടാ? ഇല്ല. ആസിഡ് ആൽക്കലി ഒക്കെ എടുത്താ? ഞാൻ ആസിഡ് ആൽക്കലി എടുത്തില്ല. നമുക്ക് ലായനി പഠിച്ചിട്ട് ആസിഡ് ആൽക്കലിയിലോട്ട് പോവാം. ലായനി അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യം വന്ന ടോപ്പിക്കാണ്. നമ്മൾ ഈ മൊളാലിറ്റി അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ അത് ചെറുതായിട്ടൊക്കെ പഠിക്കാനുണ്ട്. +1 +2 ഇച്ചിരി ഡീപ്പായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, പിന്നെ മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവിടെയൊക്കെ പഠിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ലായനികൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം എന്താണ് ലായനികൾ എന്നറിയണം. എന്താണ് ലായനികൾ എന്ന് പറഞ്ഞാല്? ലായനികൾ അറിയാന്നുള്ളത് പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലുള്ള ലായനി എന്താണ് എന്ന് പറഞ്ഞു. സോൾവ് ആകുന്ന ലിക്വിഡിനെയാണ് ലായനി എന്ന് പറയുന്നത്. വേറെന്തെങ്കിലും ഐഡിയ? ലായനി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ വേണം. ഇപ്പൊ നമ്മൾ സാധാരണ ഉപ്പ് ലായനി, അല്ലെങ്കിൽ ഇതെന്താണ് പഞ്ചസാര ലായനി. പഞ്ചസാര ലായനി എന്ന് പറഞ്ഞാൽ പഞ്ചസാരയെ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ കിട്ടുന്ന ലായനിയാണ് എന്ത്? പഞ്ചസാര ലായനി. അപ്പൊ അവിടെ നമുക്ക് 2 ഘടകങ്ങൾ വേണം. ഉപ്പും വേണം, വെള്ളം വേണം, അല്ലെങ്കിൽ പഞ്ചസാര വേണം, വെള്ളം വേണം, അല്ലെ? അപ്പൊ 2ഓ അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആവും കേട്ടോ. 2ഓ അതിലധികമോ ഘടകങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ലായനികൾ ഉണ്ടാവുന്നത്. പക്ഷെ ഈ ലായനികളുടെ ഒരു പ്രത്യേകത ഉണ്ട്. അവ ഏകാത്മക മിശ്രിതങ്ങളായിരിക്കണം. ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ ഹോമോജീനസ് മിക്സ്ചർ. എന്താണ് ഈ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാല്? ഹോമോജീനസ് മിക്സ്ചർ അല്ലെങ്കിൽ യൂണിഫോം കോമ്പോസിഷൻ. കേട്ടില്ലടാ, ഒന്നുകൂടെ പറയാവോ? യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും ത്രൂ ഔട്ട്. എല്ലായിടത്തും യൂണിഫോം ആയിട്ട് തന്മാത്രകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും ഒക്കെ എന്താണെന്ന് അറിയണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ലായനിയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ചുറ്റും കുറേ അധികം പദാർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, അല്ലെങ്കിൽ ഈ അലോയിസ് ഉണ്ടല്ലോ, മെറ്റൽസ് ചേർത്തുണ്ടാക്കുന്ന അലോയിസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെല്ലാത്തിനെയും പദാർത്ഥങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയാം. അപ്പോ നമുക്ക് ചുറ്റും കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് എന്താ പറയടാ? പദാർത്ഥം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയാം. സബ്സ്റ്റൻസസ് എന്ന് പറയാം. ഇവയെ നമുക്ക് പ്രധാനമായിട്ട് 2ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ്. ശുദ്ധപദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ്.
മിശ്രിതങ്ങൾ അല്ലെങ്കിൽ എന്താണ് മിക്സ്ചേഴ്സ്. അപ്പൊ നമ്മളിൽ 2 ടൈപ്പ് പദാർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തത് ശുദ്ധ പദാർത്ഥങ്ങൾ, രണ്ടാമത്തത് മിശ്രിതങ്ങൾ. എടാ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ച പദാർത്ഥങ്ങൾ. അപ്പോൾ ശുദ്ധ പദാർത്ഥങ്ങളുടെ പ്രത്യേകത ഒരേ ഇനം തന്മാത്രകൾ. അപ്പൊ വ്യത്യസ്ത തന്മാത്രകളാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും മിശ്രിതങ്ങൾ. വ്യത്യസ്ത തന്മാത്രകൾ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കൂടാ? മിശ്രിതങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ. വ്യത്യസ്ത തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായവയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരേ ഇനം തന്മാത്രകൾ എന്താണെന്ന് നോക്കുക. ഇപ്പൊ നമ്മള് വെള്ളം എടുക്കുകയാണ്. വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിനകത്ത് വെള്ളത്തിന്റെ തന്മാത്രകൾ മാത്രമേ ഉള്ളൂ, ജലതന്മാത്രകൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അതിനകത്ത് കാർബണും ഓക്സിജനും ഇല്ലേ എന്നൊരു ഡൗട്ട് വരും. ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ക്ലിയർ ആവുമേ, ഞാൻ പറഞ്ഞു വരുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്താൽ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രകൾ മാത്രം. ജലം എന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്താൽ ജലത്തിന്റെ തന്മാത്രകൾ മാത്രം. പഞ്ചസാര എടുത്താൽ പഞ്ചസാര തന്മാത്രകൾ മാത്രം. ഉപ്പ് എടുത്താൽ സോഡിയം ക്ലോറൈഡ് തന്മാത്രകൾ മാത്രം. സ്വർണ്ണം എടുത്താൽ സ്വർണത്തിന്റെ തന്മാത്ര മാത്രം. ഓക്സിജൻ എടുത്താൽ ഓക്സിജന്റെ തന്മാത്രകൾ മാത്രം. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനങ്ങളെല്ലാം എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. നോക്കാം, എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ NH3, സ്വർണം, ഓക്സിജൻ, നൈട്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ, പഞ്ചസാര, ഉപ്പ്, ഇതെല്ലാം എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. പിടി. ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തിനെ തമ്മിൽ മിക്സ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ. അതായത് ഞാൻ ജലവും പഞ്ചസാരയും കൂടെ ചേർത്തു. അപ്പൊ എനിക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? പഞ്ചസാര ലായനിയായിരിക്കും. അപ്പൊ നമ്മൾ 2 ശുദ്ധ പദാർത്ഥങ്ങൾ പരസ്പരം മിക്സ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? മിക്സ്ചർ കിട്ടി. അതിൽ വ്യത്യസ്ത തന്മാത്രകളുണ്ട്. ജലത്തിൽ പഞ്ചസാര ലയിപ്പിക്കുമ്പോൾ ജലതന്മാത്രയും ഉണ്ട്, പഞ്ചസാരയുടെ തന്മാത്രയും ഉണ്ട്. അപ്പോൾ 2 വ്യത്യസ്ത തന്മാത്രകൾ വന്നതുകൊണ്ട് അത് എന്തായി മാറി? മിശ്രിതമായിട്ട് മാറി. അപ്പൊ മിശ്രിതത്തിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ പഞ്ചസാര ലായനി. പിന്നെ ഉപ്പു ലായനി പറയാം. ഉപ്പു ലായനി. ഇനി നമ്മൾ ഈ ചെളി വെള്ളം ഇല്ലേ, അതായത് മണ്ണ്, വെള്ളത്തിൽ മണ്ണ് കൊണ്ട് കലക്കിയിട്ട് ആ വെള്ളം വെക്കില്ലേ, ചെളി വെള്ളം. അപ്പൊ ചെളി വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ഒരു മിശ്രിതമാണ് ചെളി വെള്ളം. അപ്പോ 2ഓ അതിലധികമോ ശുദ്ധ പദാർത്ഥങ്ങളെ പരസ്പരം മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. നോക്കടാ, നമ്മളെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടേ. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ജലത്തിൽ ലയിപ്പിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാൽ കിട്ടുന്ന സാധനമാണ് സോഡാ വാട്ടർ. അപ്പോൾ സോഡാ വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളും ഉണ്ട്, ജലതന്മാത്രകളും ഉണ്ട്. അതുകൊണ്ട് സോഡാ വാട്ടർ എന്താണ്? ഒരു മിശ്രിതമാണ്. സോഡാ വാട്ടർ. ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥങ്ങള് ശുദ്ധ പദാർത്ഥങ്ങളും, ഇനി 2ഓ അതിലധികമോ ശുദ്ധ പദാർത്ഥങ്ങളെ മിക്സ് ചെയ്താൽ കിട്ടുന്ന സാധനം മിശ്രിതങ്ങളും ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കടാ, നിങ്ങൾക്ക് നേരത്തെ വരുന്ന ഒരു ഡൗട്ടാണ് ഇനി ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതായത് ജലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണും ഓക്സിജനും ഉണ്ട്. അമോണിയക്കുള്ളിൽ നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, അത് 2 മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ എന്ന് തോന്നും. അപ്പോ ഈ ശുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് വീണ്ടും 2ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തതാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലിമെന്റ്സ്. രണ്ടാമത്തത് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്. കിട്ടിയോ? മൂലകങ്ങൾ അല്ലെങ്കിൽ എലിമെന്റ്സും, സംയുക്തങ്ങൾ അല്ലെങ്കിൽ എന്താണ്? കോമ്പൗണ്ട്സും. മൂലകങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഹൈഡ്രജൻ, നൈട്രജൻ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പറയില്ലേ ആ എലമെന്റ്സ്, അതിനെല്ലാത്തിനെയും നമുക്ക് എലമെന്റ്സ് എന്ന് പറയാം. കാരണം അവയെ പിന്നെ ഡിവൈഡ് ചെയ്ത് നമുക്ക് വേറെ ഒന്നും ആക്കാനൊന്നും പറ്റില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എലമെന്റ്സ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് എടുത്താൽ അതൊരു ഹൈഡ്രജൻ ആറ്റം ആണ്.
ഇല്ലേ? ഇനി ക്ലോറിൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്ത് അതൊരു ക്ലോറിൻ ആറ്റമാണ്. അപ്പൊ പഠിച്ചു വെക്കേണ്ടത് ഒരേ ഇനം ആറ്റങ്ങളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമ്മൾ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പീരിയോഡിക് ടേബിളിലുള്ള ഏത് വേണമെങ്കിലും പറയാം. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, കോപ്പർ, അയൺ, അങ്ങനെ ഏത് വേണമെങ്കിലും പറയാം. ഏതെഴുതിയാലും മൂലകമാണ്. ഈ നോക്കണ, ഈ മൂലകത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം പരസ്പരം കമ്പൈൻ ചെയ്തു എന്ന് വിചാരിച്ചോ. കാർബണും ഓക്സിജനും ചേർന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന സാധനം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നൈട്രജനും ഹൈഡ്രജനും ചേർന്നു. അപ്പൊ എനിക്ക് കിട്ടിയത് ഏതാണ്? NH3 അമോണിയ. ഇനി ഹൈഡ്രജനും ക്ലോറിനും ചേർന്നു. അപ്പൊ എനിക്ക് കിട്ടിയത് HCl. ഇല്ലേ? അപ്പോ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേർന്നാൽ കിട്ടുന്നതാണ് സംയുക്തങ്ങൾ. രണ്ട് അല്ലെങ്കിൽ അതിലധികം മൂലകങ്ങളെ എലമെന്റ്സ് കൂടിച്ചേർന്നാൽ എന്ത് കിട്ടും? കൂടിച്ചേർന്നാൽ കിട്ടുന്ന സാധനങ്ങളാണ് ഏവ എന്ന് പറയുന്നത്? നമ്മുടെ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും കോമൺ ആയിട്ട് വരുന്നത് എന്തിന് കീഴിലാണ്? ശുദ്ധ പദാർത്ഥങ്ങൾക്ക് കീഴിലാണ്. ഇവിടെ നമ്മൾ എല്ലാം എഴുതിയിട്ടില്ലേ? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സ്വർണ്ണം ഉണ്ട്. അപ്പൊ ഇതെല്ലാം എലമെന്റ്സും ആണ്, ഇതെല്ലാം കോമ്പൗണ്ട്സും ആണ്. അപ്പൊ എലമെന്റ്സിനെയും കോമ്പൗണ്ട്സിനെയും ചേർത്ത് നമുക്ക് എന്തെന്ന് പറയാം? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയാം. ക്ലിയർ ആയോ? ഐഡിയ കിട്ടിയോ? ശുദ്ധ പദാർത്ഥവും നിങ്ങൾക്ക് സംയുക്തവും ഇതും തമ്മിലായിരിക്കും ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു പോവുക. അപ്പൊ ഇതാണ് ഐഡിയ, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും? ശുദ്ധ പദാർത്ഥം. അവയെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് മൂലകങ്ങളെന്ന് സംയുക്തങ്ങളെന്ന് നോക്കും. ഒരേ ഇനം ആറ്റങ്ങളാണെങ്കിൽ മൂലകങ്ങൾ കൂടിച്ചേർന്നാൽ എന്തുണ്ടാവും? സംയുക്തങ്ങൾ ഉണ്ടാവും. ഇവരെല്ലാം കോമൺ ആയിട്ട് കംസ് അണ്ടർ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എടാ ഇനി നോക്ക്, ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ തമ്മിൽ മിക്സ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ല, ഏതെങ്കിലും രണ്ട് ശുദ്ധപദാർത്ഥങ്ങളെ മിക്സ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് മിശ്രിതങ്ങൾ. ഈ മിശ്രിതങ്ങളെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ഏകാത്മക മിശ്രിതം. അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ. ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെറ്ററോജീനസ് മിക്സ്ചർ. ഹോമോജീനസ് മിക്സ്ചറും ഹെറ്ററോജീനസ് മിക്സ്ചർ. അപ്പൊ ശ്രദ്ധിച്ചോണേ, ഈ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പഞ്ചസാര എടുത്തിട്ട് വെള്ളത്തില് നന്നായിട്ട് ഡിസോൾവ് ചെയ്തു. പിന്നീട് നമുക്ക് അതിന്റെ പഞ്ചസാര തരികളെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ തന്മാത്രകളെ നമുക്ക് നേക്കഡായി കൊണ്ട് കാണാൻ പറ്റുമോ? അതിനകത്ത് നമ്മൾ ആ വെള്ളത്തിൽ നോക്കി കഴിഞ്ഞാൽ പഞ്ചസാര ലായനി ഏത്, പഞ്ചസാരയുടെ മോളിക്യൂൾ ഏതാണ് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഈ നമ്മൾ ചേർക്കുന്ന പദാർത്ഥത്തിന്റെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ആ ഒരു ഇതില് സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഉപ്പ് ലായനിയുടെ ഏത് പോർഷനിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഉപ്പ് ലായനി എടുത്ത് രുചിച്ചു നോക്കിയാലും ഒരേ രുചിയായിരിക്കും. ഏത് ഭാഗത്തു നിന്ന് എടുത്ത് നോക്കിയാലും അത് ഉപ്പ് ലായനി തന്നെ ആയിരിക്കും. കുറച്ച് ഭാഗത്ത് ഉപ്പ് കലർന്നിരിക്കുന്നു, കുറച്ച് ഭാഗത്ത് ഉപ്പ് കുറവ്, അങ്ങനെയില്ല. കംപ്ലീറ്റ് ആയിട്ടും ഒരേ കോൺസെൻട്രേഷനിലായിരിക്കും. അപ്പൊ പഠിച്ചു വെക്കേണ്ടത്, ഒരു ലായനിയുടെ എല്ലാ ഭാഗത്തും തന്മാത്രയുടെ ഗാഢത ഒരുപോലെയാണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകാത്മക മിശ്രിതം. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. രണ്ടും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെ മോളിക്യൂളിനെ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അവ ഏകാത്മക മിശ്രിതമായിരിക്കും, ഹോമോജീനസ് മിക്സ്ചർ. പിടിയിട്ടേ? അപ്പൊ ഹോമോജീനസ് മിക്സ്ചറിനെ എല്ലായിടത്തും സെയിം കോമ്പോസിഷൻ ആയിരിക്കും. സെയിം കോമ്പോസിഷൻ അല്ലെങ്കിൽ സെയിം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, കോമ്പോസിഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയാറുള്ള എന്തൊക്കെയാണ്? പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, സോഡ വാട്ടർ, അതൊക്കെ പറയാം. കിട്ടി?
അടുത്ത് ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മൾ സൊല്യൂഷന്റെ പല ഭാഗം നോക്കിയാലും പല കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെളി വെള്ളം കലക്കി വെച്ചിരിക്കുന്നു. ചെളി വെള്ളം കലക്കി വെച്ചിരിക്കുമ്പോഴത്തേക്കും ഏറ്റവും അടിയിൽ ചെളി അടിഞ്ഞടക്കും. കുറച്ചുകൂടെ മീതെ എന്ത് ചെയ്യും? കുറച്ചുകൂടെ എന്താണ് ഹെട്രോജീനസ് മിക്സർ ആണ് എയർ, പറയാം, അതിലോട്ട് വരുന്നുണ്ട്. ഹോമോജീനസ് അല്ല സോറി ഹെട്രോജീനസ് മിക്സർ നമ്മളിപ്പോ ചെളി വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, എയറിന്റെ കാര്യം പറയാം കേട്ടോ, പറഞ്ഞുതരാം. ഹെട്രോജീനസ് മിക്സറിൽ ചെളിവെള്ളം എടുത്തു. ചെളിവെള്ളം എടുക്കുമ്പോൾ ചിലപ്പോൾ ചെളിവെള്ളം ഏറ്റവും താഴ്ഭാഗത്ത് ചെളി കൂടുതലായിട്ട് അടിഞ്ഞു കിടക്കും, കുറച്ച് ഭാഗത്ത് കുറച്ച് കല്ലും മണ്ണും, മുകളിലേക്ക് വരുന്നൊരു വലിപ്പം കൂടിയ കല്ലുകൾ, അങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുക. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഇതിന്റെ കോൺസെൻട്രേഷൻ ഒരുപോലെയല്ല. ചില ഭാഗത്ത് കല്ലുകളുടെ എണ്ണം കൂടുതലായിരിക്കും, ചില ഭാഗത്ത് ചെളിയായിരിക്കും കൂടുതൽ, ചില ഭാഗത്ത് വെള്ളത്തിന്റെ അളവായിരിക്കും കൂടുതൽ, ഇല്ലേ? അപ്പോ ഒരു ചെളിവെള്ളം കലക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ പല ഭാഗത്തും പല കോൺസെൻട്രേഷൻ ആയിരിക്കും. അതുകൊണ്ട് ചെളിവെള്ളം എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഹെട്രോജീനസ് മിക്സർ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. ഇനി നിങ്ങൾ ചോദിച്ച എയർ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഹോമോജീനസ് എന്ന് തോന്നും, പക്ഷെ എയർ ഹെട്രോജീനസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ഒരു എന്താണ് ഹ്യൂമിഡിറ്റിയും അല്ലെങ്കിൽ ഇപ്പൊ പൊടിപടലങ്ങളൊക്കെ കാണും, വായുവില് പൊടിപടലങ്ങള് അല്ലെങ്കിൽ എന്താണ് വാട്ടർ മോളിക്യൂൾസ് ഒക്കെ കാണും. അപ്പൊ നമ്മളിപ്പോ താമസിക്കുന്ന ഒരു ഏരിയയിലുള്ള ആ ഒരു കോമ്പോസിഷൻ ആവണമെന്നില്ല. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി മറ്റൊരു കുറച്ച് റോഡ് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അവിടെയുള്ള അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ ഇതുപോലെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് വരാവുന്ന കാര്യം, നമ്മൾ ഈ ഇൻഹേൽ ചെയ്യുകയും എക്സ്ഹേൽ ചെയ്യുകയും ചെയ്യുന്ന എയറിലുള്ള ഓരോ എലമെന്റിന്റെയും പെർസെൻറ്റേജ് നമ്മൾ പഠിക്കും. അപ്പൊ അതിൽ പഠിക്കുന്നുണ്ട്, നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറിൽ 78% നൈട്രജൻ ഉണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിൽ 78% ആണ് നൈട്രജൻ, 21% ഓക്സിജൻ, 0.03% കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറിലും ഇത് സെയിം പെർസെൻറ്റേജിലാണ് ഉള്ളിലേക്ക് പോകുന്നത്. 78% കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഇൻഹേൽ ചെയ്യും, അതുപോലെ തന്നെ 21% ഓക്സിജൻ ഇൻഹേൽ ചെയ്യും, 0.03% കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഹേൽ ചെയ്യും. അപ്പൊ ആ പറഞ്ഞ എലമെന്റ്സിന്റെ കോമ്പോസിഷൻ എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിൽ ഈ പറഞ്ഞ എലമെന്റ്സ് മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാതകങ്ങൾ മാത്രമല്ല, അതുകൂടാതെ ഒത്തിരി പൊടിപടലങ്ങളുണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, മറ്റു മോളിക്യൂൾസുകളുണ്ട്, റേഡിയേഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ പല സ്ഥലത്തും പല അളവിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും വായു എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജീനസ് മിക്സർ ആണെന്ന് പറയും കേട്ടോ. അപ്പൊ വായു ഹെറ്ററോജീനസ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതത്തിന് നല്ല ഉദാഹരണം ഏതാണ്? വായുവാണ്. പിന്നെ ചെളിവെള്ളവും പറയാം. പിടിയിട്ടി. അപ്പൊ ഇതാണ് സബ്സ്റ്റൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇതില് ഈ ഭാഗത്ത് ഏകാത്മക മിശ്രിതത്തിലാണ് നമ്മൾ ഇനി പഠിക്കുന്ന ലായനികൾ വരിക. അതുകൊണ്ടാണ് ലായനിയുടെ ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞത് 2 അതിലധികമോ ഘടകങ്ങൾ ചേർന്ന ഏകാത്മക മിശ്രിതങ്ങളാണ് ലായനികൾ എന്ന് പറയുന്നത്. അപ്പൊ ഏകാത്മക മിശ്രിതം എന്താന്ന് പറഞ്ഞാൽ ലായനി മുന്നോട്ട് പഠിച്ചാൽ കുറച്ച് ക്ലിയർ ആയിട്ട് ഇരിക്കുള്ളൂ. പിടികിട്ടി? അപ്പൊ നമുക്ക് ഒരു തവണ കൂടെ ഇതൊന്ന് പറഞ്ഞ് ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കിയോ, പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ എന്തെന്ന് പറയും? പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയും. ഇവയെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് എന്നും പറയാം. ഈ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ, ശ്രദ്ധിച്ചോണേ, ഒരേ ഇനം തന്മാത്രകൾ മോളിക്യൂൾസ് കൊണ്ട് നിർമ്മിച്ചവയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ. ശുദ്ധ പദാർത്ഥങ്ങൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, സ്വർണം, എലമെന്റ്സിന്റെ പേരെല്ലാം പറയാം. സ്വർണം, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഏതോണെന്ന് പറയാം. പിന്നെ പഞ്ചസാര, ഉപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പൊ ഇതിനകത്തെല്ലാം ജലം എടുത്താൽ ജലതന്മാത്ര മാത്രം, സ്വർണം എടുത്താൽ സ്വർണത്തിന്റെ തന്മാത്ര മാത്രം. അപ്പൊ ആ സെയിം തന്മാത്രകൾ മാത്രമേ അതിനുള്ളിൽ കാണൂ. അടുത്ത് ഇതിനെ തന്നെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൂലകങ്ങൾ എന്നും സംയുക്തങ്ങൾ എന്നും. മൂലകങ്ങൾ എന്ന് പറഞ്ഞാല് ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായവയാണ് മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിലുള്ള 118 മൂലകങ്ങളെ നമുക്ക് എന്താ പറയാം? ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഇതിനകത്തുള്ള ഏതെങ്കിലും 2 മൂലകങ്ങൾ പരസ്പരം കൂടി ചേർന്നാൽ കിട്ടുന്ന സാധനമാണ് എന്ന് പറയുന്നത് നമ്മുടെ സംയുക്തം അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് വ്യത്യസ്ത ഇനം
തന്മാത്രകൾ ചേർന്നതായിരിക്കും. അല്ലെങ്കിൽ വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്ന്, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേർന്നെന്ന് പറയാം. NH3, കാർബൺ ഡൈ ഓക്സൈഡ്, HCl, ഗ്ലൂക്കോസ്, വാട്ടർ, അതെല്ലാം അതിൽ പറയാം. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. മിശ്രിതങ്ങൾക്ക് എക്സാമ്പിൾ പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, ചെളിവെള്ളം, വായു, സോഡ വാട്ടർ ഒക്കെ പറയാം. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏകാത്മക മിശ്രിതമെന്നും ഭിന്നാത്മക മിശ്രിതമെന്നും. ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷന്റെ, ഒരു ലായനിയുടെ അല്ലെങ്കിൽ ഒരു മിക്സ്ചറിന്റെ എല്ലാ പോർഷൻസിലും എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ആ മോളിക്യൂൾസിന്റെ കോമ്പോസിഷൻ സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ ഗാഢത സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഏകാത്മക മിശ്രിതം. പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, സോഡാ വെള്ളം, അതെല്ലാം എന്തിന്റെ ഉദാഹരണമായിട്ട് പറയാം? ഏകാത്മക മിശ്രിതം. അപ്പൊ ഏകാത്മക മിശ്രിതത്തിനകത്ത് നമ്മൾ ലയിപ്പിച്ച സാധനവും അതിൽ ലയിച്ചു ചേർന്ന സാധനങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക്. ഇനി രണ്ടാമത്തത് ഭിന്നാത്മക മിശ്രിതം. ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാല് ഒരു ലായനി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മിശ്രിതത്തിന്റെ പല ഭാഗത്തും അതിനകത്തുള്ള സംയുക്തങ്ങളുടെ കോമ്പോസിഷൻ വ്യത്യസ്തമാണെങ്കിൽ അതിനെ നമ്മൾ പറയും ഹെട്രോജീനസ് മിക്സർ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതം. ഏറ്റവും നല്ല ഉദാഹരണം വായു, പിന്നെ ചെളിവെള്ളം ഒക്കെ പറയാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ലായനികൾ തൊട്ട് തുടങ്ങാം. എന്താണ് ലായനി എന്ന് മാത്രമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ലായനിയുടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് തുടങ്ങാം. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് നന്നായിട്ട് വായിച്ച് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് ആദ്യം പഠിപ്പിച്ച ടോപ്പിക്കിലും ഇതിലുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഓക്കേടാ, അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക കേട്ടോ. ഇത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രശ്നമില്ല. നമ്മൾ സ്വന്തമായിട്ട് അതൊന്നും കൂടെ പഠിക്കുമ്പോൾ ചിലപ്പം ഇത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കുക കേട്ടോ. നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേടാ, താങ്ക് യു, ഗുഡ് നൈറ്റ്.